TDS എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ TDS എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഹലോ, മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. എല്ലാവർക്കും എൻട്രി കൊമേഴ്സിൻ്റെ മറ്റൊരു ടാക്സ് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. TDS അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. എളുപ്പത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പണം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് ശതമാനം ടാക്സ് കമ്പനി അല്ലെങ്കിൽ പണം അടക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിന് വേണ്ടി പിടിച്ചു വയ്ക്കുന്നതിനാണെന്ത് TDS എന്ന് പറയുന്നത്. ഇനി നമുക്ക് TDSനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എപ്പോഴാണ് TDS പിടിക്കുന്നത്? TDS നിങ്ങളുടെ ഇൻകം ഓർ വരുമാനത്തിൽ നിന്ന് തന്നെ പിടിക്കും. ഉദാഹരണത്തിന് ശമ്പളം കിട്ടുമ്പോൾ, ബാങ്ക് പലിശ കിട്ടുമ്പോൾ, വാടക ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്മീഷൻ ലഭിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയി ഇൻകം കിട്ടുമ്പോൾ തന്നെ TDS വരും. ക്വസ്റ്റ്യൻ നമ്പർ 2, എങ്ങനെയാണ് TDS കണക്കാക്കുന്നത്? ഇത് ഇൻകത്തിൻ്റെ എമൗണ്ടും TDS റേറ്റ്സും ബേസ് ചെയ്താണ് വരുന്നത്. ഉദാഹരണത്തിന് സാലറീൻ്റെ TDS നിങ്ങളുടെ ടാക്സ് ലാബ് അനുസരിച്ചാണ് കണക്കാക്കുന്നത്. ബാങ്ക് പലിശ പോലെയുള്ള ചിലതിന് ഫിക്സ്ഡ് ശതമാനം നിരക്കുണ്ടാകും. ക്വസ്റ്റ്യൻ നമ്പർ 3, TDS കട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പേടിക്കണ്ട. നിങ്ങൾ വർഷാവസാനത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ അതായത് ITR ഫയൽ ചെയ്യുമ്പോൾ ഈ TDS അഡ്വാൻസ് പേയ്മെൻ്റ് ആയി കണക്കാക്കും. അപ്പോൾ കൂടുതൽ TDS പിടിച്ചതാണെങ്കിൽ ഗവൺമെൻറ് റീഫണ്ടായി പണം തിരികെ തരികയും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 4, എങ്ങനെ എത്ര TDS കട്ട് ചെയ്തതായി അറിയാം? സിമ്പിളാണ്. ഫോം 26AS എന്ന ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് ത്രൂ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പണം എവിടേക്ക് നിന്നാണ് TDS പിടിച്ചതെന്ന്. ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ ഒരു ക്ലിക്കിൽ തന്നെ ഫോം 26AS കാണാൻ പറ്റും. സോ ഇനി നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് TDS കട്ടായാൽ ITR ഫയൽ ചെയ്യാൻ മറക്കണ്ട. ആ കട്ടായ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നത് തന്നെ ആയിരിക്കും.